നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഷാർജ ഷേക്ക് തയ്യാറാക്കിയാലോ? നമ്മൾ കടകളിൽ നിന്നൊക്കെ കുടിക്കുന്ന ബൂസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഷാർജ ഷേക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇന്ന് 1 കപ്പ് പാലിൻ്റെ അളവിലാണ് ഇന്ന് ഷേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന അളവിലാണ് ബാക്കി ചേരുവകളൊക്കെ പറയുന്നത്. ഞാൻ പാല് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ കടകളിൽ നിന്നൊക്കെ കുടിക്കുന്നത് നമ്മൾ ആ കവറ് പാല് ഫ്രീസറിൽ നിന്നെടുത്ത് അതേപോലെ ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതെ അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിലോ അല്ലെങ്കിൽ നന്നായി തണുത്ത് കിട്ടിയാൽ മതിയെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഗർഭിണികളൊക്കെ ആണെങ്കിലും പാല് തിളപ്പിക്കാതെ ഉപയോഗിക്കുന്ന അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് നന്നായി തണുപ്പിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനു മുമ്പ് പാല് തിളപ്പിച്ചിരിക്കണം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 3 സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി ചേരുവകളൊക്കെ മധുരമുള്ളതാണ്. അതുകൊണ്ട് പഞ്ചസാര കുറച്ച് ചേർത്താലും മതി. ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ബൂസ്റ്റ് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ബൂസ്റ്റിന് പകരം ഹോർലിക്സ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ കോംപ്ലാൻ ചേർക്കാം. അതല്ല എങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 3 സ്പൂണോളം ബൂസ്റ്റും ചേർക്കുന്നുണ്ട്. എത്രത്തോളം ചോക്ലേറ്റ് ഫ്ലേവർ നിങ്ങൾക്ക് വേണമെന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 3 സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നതിന് പകരം അവസാനം ഷേക്ക് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇതൊന്ന് പൊടിച്ച് ചേർത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ തന്നെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഈ നട്ട്സ് കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് നേരം ഇട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ കപ്പലിൻ്റെയൊക്കെ നന്നായിട്ടൊന്ന് ക്രഷായി വരുന്നത് പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തണുപ്പ് കാരണം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഗർഭിണികളാണെങ്കിൽ അവർക്ക് സാധാരണ പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുക്കാറുണ്ടല്ലോ, നല്ല കുഞ്ഞിന് നന്നായി വെയിറ്റ് വെക്കാനൊക്കെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പ്രോട്ടീൻ പൗഡർ കൂടി ചേർത്തിട്ട് ഇത് ഷേക്ക് ആക്കി എടുക്കാം. സാധാരണ പാലൊക്കെ ചൂടാക്കി അതിലാണ് ഈ പ്രോട്ടീൻ പൗഡർ ചേർത്ത് കുടിക്കുന്നത്. വേണമെങ്കിൽ ഈ ഷേക്കിൽ ചേർത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പഴമാണ്. ഞാൻ റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ ഒരുപാട് മധുരം നമുക്കങ്ങനെ വരുന്നില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവമ്പഴം ഞാലിപ്പൂവമ്പഴം ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പാലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിരിക്കുന്നതാണ്. പാൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഈ ജാറിലേക്ക് ചേർക്കാം. ഒരുപാട് തണുപ്പോടെ ഈ ഷാർജ ഷേക്ക് വേണ്ട എങ്കിൽ പാല് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലും മതി. ഇങ്ങനെ ഐസ് പോലെ ആക്കിയെടുക്കണം എന്നില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ഷാർജ ഷേക്ക് തയ്യാറായിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കല്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ബൂസ്റ്റ് അതുപോലെ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഉണ്ടാക്കി നോക്കുമല്ലോ. അതിനുശേഷം ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.